ഗുഡ് മോർണിംഗ് എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ സമയം ഏകദേശം കാലത്ത് 5:30 മണിയായിട്ടുള്ളൂ കേട്ടോ. ഇന്ന് ഞങ്ങൾ ട്രിപ്പ് പോവുകയാണ്. എവിടെ സ്ഥലം എന്നൊക്കെ നമുക്ക് വഴിയെ കാണാം. ഞങ്ങളിവിടെ വന്നതിന് ശേഷം പോകുന്ന ആദ്യത്തെ വലിയ ട്രിപ്പാണ് കേട്ടോ. ഏകദേശം ഒരു 3-3.5 മണിക്കൂർ നേരം യാത്രയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നേരത്തെ നേറ്റത്. ഇന്നൊരു സാറ്റർഡേ ആണ്. സാധാരണ ദിവസങ്ങളിൽ നമ്മൾ കാലത്ത് അത്യാവശ്യം ലേറ്റായിട്ട് എഴുന്നേൽക്കാറുള്ളൂ, 8 മണിക്ക് ആവാറുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെ പോകുന്ന കാരണം കൊണ്ട് നമ്മൾ ഇത്തിരി നേരത്തെ എഴുന്നേറ്റതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന സ്ഥലം ഞാൻ പിന്നീട് പറയാം. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഞങ്ങളുടെ ഡ്രസ്സിങ്ങൊക്കെ കഴിഞ്ഞ് ഇറങ്ങാനുള്ള പരിപാടിയാണ് കേട്ടോ. ദൈവം കൂടെ റെഡിയായിട്ടിരിക്കണം. വെളിച്ചമായിട്ടില്ല കേട്ടോ, ഫുള്ളി ഇട്ടിട്ടാണ്. ഞങ്ങൾ ഈ നേരത്ത് ഒരു യാത്ര പോകുന്നത് ആദ്യമായിട്ടാണ്. ലോങ് ആയതുകൊണ്ടാണ് ഈ നേരത്തെ ഇറങ്ങിയത്. അതില്ല കേട്ടോ, മൊത്തം വിജയാണ്. കാലത്ത് വോക്കിനിറങ്ങിയ ആൾക്കാർ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ സൈലൻസാണ്, ഭയങ്കര സൈലൻ്റാണ് കേട്ടോ ഈ സമയത്ത്. ഒരു ശബ്ദം പോലും ഇല്ല. ഞങ്ങൾ നടക്കുന്നതിൻ്റെ ഷൂവിൻ്റെ സൗണ്ട് മാത്രമല്ലാണ്ട് വേറെ ഒരു സൗണ്ടും ഇല്ല. ഞങ്ങൾ ട്രെയിനിലാണ് പോകുന്നത്. ഒരു 3 ട്രെയിൻ മാറിയിട്ട് വേണം നമുക്ക് പറയുന്ന ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ. സോ ഞങ്ങളുടെ ട്രെയിനിൻ്റെ ടൈം 6:10 ഇവിടെ നിന്നുള്ള ട്രെയിൻ, ഫസ്റ്റ് ട്രെയിൻ. സോ അത് പിടിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ യാത്രയിലെ ആദ്യത്തെ ട്രെയിനിൽ ഞങ്ങൾ കയറി. ജസ്റ്റ് 10 മിനിറ്റ്സേ ഉള്ളൂ ഈ ജേണി. ഈ നേരം ആയതുകൊണ്ട് തന്നെ ട്രെയിൻ ഓൾമോസ്റ്റ് കാലിയാണ് കേട്ടോ. ഞങ്ങളുടെ ഈ ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പർ ഡെക്കിലാണ് ഞങ്ങൾ ഇരുന്നത്. ആരുമില്ല, ഫുള്ള് കാലിയായിരുന്നു. ഇതാണ് നമുക്ക് പോകാനുള്ള ട്രെയിന്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങി. ഇവിടുന്ന് നെക്സ്റ്റ് ട്രെയിൻ. ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ ഈ ട്രെയിനിങ് പ്ലാറ്റ്ഫോമിൽ കിടക്കുന്നുണ്ട് കേട്ടോ. അത് 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ട്രെയിന്. ഇത് ബേണിലോട്ട് പോകുന്ന ട്രെയിനാണ്. ഇപ്പോൾ ഈ റൂട്ടിനാണ് നമ്മൾ പോവുക. ബേൺ വഴിയാണ് പോവുക, പക്ഷെ നമുക്ക് ബേൺ കഴിഞ്ഞും പോകണം. Eine Gleisänderung zur S24 nach Rheinfelden. Die S24 nach Zürich Flughafen, Rheinfelden, Abfahrt 6:14 Uhr. നമുക്കിറങ്ങേണ്ട സ്റ്റേഷൻ്റെ നെയിം വിസ്പ് എന്നാണ് കേട്ടോ. ഇത് ബേൺ കഴിഞ്ഞും പോകണം. ട്രെയിനിൻ്റെ ഡോറ് ഓപ്പൺ ആവുന്നതിൻ്റെ സൗണ്ടാണ് കേട്ടോ. ഓപ്പൺ ആകുമ്പോഴും ക്ലോസ് ആകുമ്പോഴും ഇങ്ങനെ ഒരു സൗണ്ട് വരും. ഈ ട്രെയിൻ പോകാൻ കുറച്ച് സമയമുണ്ട്, അതുകൊണ്ട് തന്നെ ട്രെയിനിൽ ആരുമില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും ട്രെയിനിൽ ആളായിട്ടോ. യൂഷ്വലി പോകുന്നതിനെക്കാട്ടും സെറ്റപ്പുള്ളൊരു ട്രെയിനാണ് കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾക്ക് കണ്ടപ്പോൾ ഒരു ഡൗട്ട്, ഇത് സെക്കൻഡ് ക്ലാസ് തന്നെയല്ലേ എന്നുള്ളത്. അപ്പോൾ അത് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയത് കേട്ടോ. 6:32 AM ആയിരുന്നു നമ്മുടെ ടൈമിങ് കേട്ടോ. കറക്റ്റ് ടൈമിന് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം 2.5 മണിക്കൂറുള്ള ജേണിയാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പുറത്തിപ്പോഴും വെളിച്ചം വന്നിട്ടില്ല. വെളിച്ചം വന്ന ശേഷം ഞാൻ പുറത്തത്തെ കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. സൂറിക്കിൽ നിന്ന് ബേണിലേക്ക് പോകുന്ന യാത്രാമധ്യേയുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിറയെ പച്ചപ്പും അതുപോലെ തന്നെ കുറച്ച് ഉണങ്ങിയ മരങ്ങളുമാണ് ഭൂരിഭാഗവും ഈ ഒരു യാത്രയിൽ നമുക്ക് കാണാൻ കഴിയുക. അത് വിൻ്റർ ഏകദേശം അവസാനിക്കുന്ന ഒരു സമയമായതുകൊണ്ടാണ് ഈ മരങ്ങളെല്ലാം ഇങ്ങനെ വാടിത്തളർന്ന് അല്ലെങ്കിൽ ഉണങ്ങിയ രീതിയിൽ നിൽക്കുന്നത്. ഒരു 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം കുറച്ചും കൂടിയും ബെറ്ററായി നമുക്ക് കാണാൻ പറ്റും. കാരണം വിൻ്ററിൽ എല്ലാ മരങ്ങളും, ഇവിടുത്തെ മരങ്ങളും ഇല പൊഴിച്ച് ഈ ഒരു രീതിയിലാണ് നിൽക്കുക. പക്ഷേ സമ്മർ കഴിഞ്ഞ് ആ ഒരു ഓട്ടം സീസൺ ആകുമ്പോൾ ഇതെല്ലാം കാണാൻ വളരെ മനോഹരമായിരിക്കും. ഈ യാത്ര ആ ഒരു സമയത്താണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇതിലും നല്ല കാഴ്ചയായിരിക്കും ഈ ഒരു വഴി പോകുമ്പോൾ നമുക്ക് കിട്ടുക. ഇപ്പോൾ ട്രെയിൻ മൊത്തത്തിൽ കാലിയല്ല, പക്ഷേ എന്നിരുന്നാലും ഞങ്ങൾ ഇരിക്കുന്ന സീറ്റും അതിന് തൊട്ടപ്പുറത്തുള്ള സീറ്റും എല്ലാം കാലിയാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് മാറിയിരുന്ന് 2 സൈഡിലെയും വീഡിയോ എടുക്കാൻ വേണ്ടി ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ ദേവു ഭയങ്കര ഹാപ്പിയാണ്. അവൾ വന്നപ്പോൾ മുതൽ പറഞ്ഞു തുടങ്ങിയതാണ് അവൾക്കൊരു ലോങ് ജേർണി ട്രെയിനിൽ പോകുന്നത്. അത് അവൾക്ക് ഈ ഒരു ട്രിപ്പോട് കൂടി സാധ്യമായിരിക്കുകയാണ്.
പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് കയറി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ തുടങ്ങും എപ്പോഴാണ് എത്തുക എന്നുള്ള ചോദ്യം. ആൾക്ക് ഇഷ്ടമാണെങ്കിലും വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ഒതുങ്ങിയിരിക്കുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഇരുത്തം കുറച്ച് ബോറിംഗ് ആയതുകൊണ്ട് അവൾക്ക് കയറി കഴിഞ്ഞാൽ അപ്പം തന്നെ അടുത്ത സ്ഥലത്തെത്തണം, എന്നാൽ അവൾക്ക് യാത്ര പോവും വേണം. അങ്ങനെയുള്ള ഒരു താല്പര്യങ്ങളാണ് ദേവുട്ടിക്ക്. എന്ത് തന്നെയായാലും ഈ യാത്ര ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തു കേട്ടോ. ഇതൊന്നുമല്ല കാഴ്ചകൾ, ഇനി വരുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ മനോഹരമാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. പ്രകൃതിയുടെ ഇതിനും മനോഹരമായ മറ്റൊരു മുഖം നമ്മൾ ഇനി പോകും വഴി കാണും. ഈ പച്ച വിരിച്ച് നിൽക്കുന്നതെല്ലാം വെള്ള വിരിച്ച് നിൽക്കുന്നതായി ഇനി കാണാം. സ്വിറ്റ്സർലാൻഡ് എന്ന മനോഹരമായ രാജ്യത്തിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല പച്ച വിരിച്ച് കിടക്കുന്ന പുൽമൈതാനങ്ങളും അതിൻ്റെ ഇടയിലൂടെ പോകുന്ന റോഡുകളും അതിൽ നിൽക്കുന്ന പല ചെറിയ ചെറിയ വീടുകളും നമുക്ക് ഈ യാത്രയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും വളരെ ബ്യൂട്ടിഫുള്ളാണ് ഈ കാഴ്ചകൾ കേട്ടോ. നമ്മുടെ ഈ യാത്രയിൽ ഞാൻ കുറേ നേരമായി ശ്രദ്ധിക്കുന്ന ഒരാളെ ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ ആൾ. കുറേ നേരമായി പുള്ളി ആ കിടപ്പ് കിടക്കുന്നു. ഇവിടെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും കേട്ടോ ഒരു ഡോഗ്. കണ്ടോ, വളരെ കൂൾ ആൻഡ് കാമായിട്ടാണ് ആൾ കിടക്കുന്നത്. ഈ കാണുന്ന റിവർ കണ്ടോ, നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള വാട്ടറാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ബേൺ എത്താറായി. ബേൺ എത്തുന്നതിന് മുമ്പ് കാണുന്ന ഒരു റിവറാണിത്. RA എന്നാണ് ഈ റിവറിൻ്റെ പേര്. AARE അതാണ് സ്പെല്ലിങ് വരുന്നത്. എന്തായാലും കാണാൻ നല്ല മനോഹരമായ റിവറാണ്. അങ്ങനെ നമ്മൾ ബേൺ സ്റ്റേഷൻ എത്തിയിട്ടോ. ഇതാണ് ബേൺ സ്റ്റേഷൻ, വലിയൊരു സ്റ്റേഷനാണ്. സ്വിറ്റ്സർലാൻഡിൻ്റെ ക്യാപിറ്റൽ സിറ്റിയിലാണ് ഇപ്പോൾ നമ്മൾ ബേൺ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഇനി ഇവിടുന്ന് ഒരു 1 hour ജേർണിയും കൂടി ഉണ്ട് നമ്മുടെ സ്റ്റോപ്പിലോട്ട്. നെക്സ്റ്റ് നമ്മൾ ഇറങ്ങുന്ന സ്റ്റോപ്പിലോട്ട്, പിന്നെ അവിടുന്ന് നെക്സ്റ്റ് ട്രെയിൻ. അങ്ങനെ നമ്മുടെ ട്രെയിൻ ബേൺ സ്റ്റേഷനിൽ നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഇനിയുമുണ്ട് നമുക്ക് യാത്ര ബാക്കി. സോ നമ്മൾ വീണ്ടും പോവുകയാണ്. ബേണിൽ നിന്ന് തിരിച്ച് നമ്മൾ വന്ന വഴിയിൽ തന്നെ കുറച്ച് പിന്നോട്ട് വന്ന് റൂട്ട് മാറിയിട്ടാണ് നമ്മൾ ഇറങ്ങേണ്ട ഭാഗത്തേക്ക് ട്രെയിൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്റ്റേഷൻ്റെ പേര് വിസ്പ് എന്നാണ്. നമ്മൾ വിസ്പ് ലക്ഷ്യമാക്കിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും ഒരു തടാകം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏത് തടാകമാണെന്ന് എനിക്കറിയില്ല, എന്നിരുന്നാലും കുറേ ദൂരം നമുക്ക് ഈ തടാകമുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരുപാട് ലേക്സ് ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ലേ, സൂറിക് ലേക്ക് ഉണ്ട്, അതുപോലെ ലുസേണിൽ ലേക്ക് ഉണ്ട്. നമ്മൾ പോകുന്ന എല്ലാ നഗരങ്ങളിലും ഇവിടെ ലേക്സ് ഉണ്ട്. സോ ഇത് ഏതെങ്കിലും ലേക്കിൻ്റെ ഭാഗമായിരിക്കും. ഏത് ലേക്കാണെന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല. പക്ഷെ എന്നിരുന്നാലും ഇതിൻ്റെ തീരത്തിലൂടെയുള്ള ഈ യാത്ര വളരെ മനോഹരമാണ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. സ്റ്റേഷൻ എത്തി. നമ്മൾ വിസ്പ് എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടോ. ഇനി ഇവിടുന്ന് നമ്മൾ അടുത്ത നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷനിലോട്ടുള്ള ട്രെയിനാണ് ഇനി അടുത്ത് എടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അധികം ടൈമില്ല. അപ്പോൾ അതുകൊണ്ട് അടുത്ത പ്ലാറ്റ്ഫോമിലോട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തിയിട്ട് ഞാൻ പറയാം നമ്മൾ എങ്ങോട്ടാ പോകുന്നത് എന്നുള്ളത്. നമ്മുടെ ട്രെയിൻ അവിടെ പ്ലാറ്റ്ഫോമിൽ വന്ന് കിടക്കുന്നുണ്ട്. അധികം സമയമില്ല. ഇതാണ് നമ്മുടെ ട്രെയിൻ. ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ കേട്ടോ, സെർമാറ്റ്.
ഇതാണ് ട്രെയിനിൻ്റെ ഇൻസൈഡ്. ഭയങ്കര സീനിക്കായിട്ടുള്ള റൂട്ടായതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വൈഡ് ഗ്ലാസ്സുള്ള സീറ്റുകളാണ്. നമുക്ക് നല്ലൊരു സീറ്റ് നോക്കി നമ്മൾ ഇരുന്നിട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷൻ സെർമാറ്റാണ്. സ്വിറ്റ്സർലാൻഡിലെ നല്ലൊരു ഫേമസ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷനാണ്. മൗണ്ടൈനാണ്. അപ്പോൾ ബാക്കി കാഴ്ചകൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഓക്കെ, നല്ല അടിപൊളി വ്യൂസാണ് ഈ റൂട്ടിൽ വരുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനിയാണ് കേട്ടോ നമ്മുടെ ഈ ട്രിപ്പിലെ ശരിക്കുള്ള വ്യൂസ് തുടങ്ങണേ. ഇതുവരെ കണ്ടതൊക്കെ ജസ്റ്റ് നമ്മുടെ നോർമൽ സ്ഥലങ്ങളാണ്. കാണുന്നതാണ് ശരിക്കുള്ള അടിപൊളി വ്യൂസ് വരുന്നത്. സെർമാറ്റ് എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡിലെ തന്നെ ഏറ്റവും മനോഹരമായ മൗണ്ടെയ്ൻസ് ഉള്ള ആൽപ്സിൻ്റെ ഭാഗമായ ഒരു വില്ലേജാണ്. ഇത് വാലൈസ് എന്ന കാൻറ്റണിലാണ് ഈ പറയുന്ന വില്ലേജ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. വേൾഡിലെ തന്നെ ഏറ്റവും മനോഹരമായ സ്റ്റണ്ണിങ് ആയിട്ടുള്ള സീനിക്കായിട്ടുള്ള ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഉള്ള ഒരു ഹിൽ ഏരിയയാണ് ഈ പറയുന്ന സെർമാറ്റ്. വേൾഡിലെ തന്നെ ഏറ്റവും ഫേമസ് മൗണ്ടെയ്നായ മാറ്റർഹോണിൻ്റെ ഗേറ്റ് വേ ആണ് സെർമാറ്റ് എന്ന ചെറിയ ഈ വില്ലേജ്. നമ്മൾ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ട്രെയിനിൽ. ഈ പറയുന്ന മലകളുടെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ദൂരെ കാണുന്ന മലകളുണ്ടല്ലോ, നമുക്ക് അതിൻ്റെ മുകളിലോട്ട് പോകണം കേട്ടോ. സെർമാറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഗേറ്റ് വേ ആണ്. ഈ മലമുകളിലോട്ട് പോകുന്നതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. നമുക്ക് അവിടെ നിന്ന് വീണ്ടും അടുത്ത ഒരു ട്രെയിൻ അല്ലെങ്കിൽ കേബിൾ കാർ യൂസ് ചെയ്തിട്ട് നമുക്കതിൻ്റെ മുകളിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് ഇതിലേതെങ്കിലും ഒരു മാർഗം യൂസ് ചെയ്തിട്ട് നമ്മൾ മുകളിലോട്ട് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇത് നമ്മൾ ഇരിക്കുന്നതിൻ്റെ മുന്നിൽ ഒരു മാപ്പിൽ നമുക്ക് പോകേണ്ട ഡെസ്റ്റിനേഷൻസ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. നമ്മളിരിക്കുന്ന ആ സീറ്റിൻ്റെ മുന്നിൽ തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ളൊരു ടേബിളിൻ്റെ പോലെയുള്ളൊരു സെറ്റപ്പാണിത്. നമുക്ക് നിവർത്തിയിട്ട് നമുക്ക് ഇതിന് മുകളിൽ വെച്ച് ഫുഡ് കഴിക്കാം. അപ്പോൾ അതിൻ്റെ മുകളിൽ കൃത്യമായ നമ്മൾ പോകുന്ന റൂട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അതിന് ടോപ്പിൽ കയറിയിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാനുള്ള ആ ഒരു ആഗ്രഹമാണ് മനസ്സിൽ. സൂപ്പർ എക്സൈറ്റഡ്. ഞാൻ എടുത്ത വീഡിയോസ് ഭൂരിഭാഗവും ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു വീഡിയോ പോലും അല്ലെങ്കിൽ ഒരു ഷോർട്ട് പോലും എനിക്ക് ഒഴിവാക്കാൻ തോന്നുന്നില്ല. അതിനാലാണ് എല്ലാം ഞാനിതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. കാരണം ഇത് കാണുന്ന നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ സഞ്ചരിച്ച ആ ഒരു ഫീല് കിട്ടണമെങ്കിൽ ഇതിലെ ഭൂരിഭാഗം ഷോർട്ടുകളും ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നും ഞാൻ ഒഴിവാക്കിയിട്ടില്ല. മുകളിലേക്ക് കയറുന്തോറും നിലത്ത് മഞ്ഞുകട്ടകൾ വീണ് കിടക്കുന്നത് കാണാം നിങ്ങൾക്ക് ഓരോ ഭാഗത്തായിട്ട്. ഇപ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെ ഓരോ ഭാഗത്തായിട്ട് മാത്രമാണ് മഞ്ഞുകട്ടകൾ ഇങ്ങനെ കൂടിക്കിടക്കുന്നത്. ചെറിയ ചെറിയ അരുവികൾ സൈഡിലൂടെ പോകുന്നുണ്ട്. അതിലെല്ലാം വെള്ളവുമുണ്ട് മഞ്ഞുമുണ്ട്. സെർമാറ്റ് എന്ന ആ മനോഹരമായ വില്ലേജിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കും തോറും പ്രകൃതിയിൽ തന്നെ മൊത്തത്തിലൊരു മാറ്റം വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. മഞ്ഞിൻ്റെ ആ ഒരു അളവ് കൂടിക്കൂടി വന്നു തുടങ്ങി. സൂര്യപ്രകാശം ഈ പറയുന്ന മഞ്ഞുകട്ടകളിൽ അടിക്കുമ്പോൾ ഒരു പ്രത്യേക വെളിച്ചമാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്.
ട്രെയിൻ ഇവിടെ ഏതോ ഒരു സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു റൂട്ടിൽ ട്രെയിൻസ് കടന്നു പോകാൻ വേണ്ടി പല സ്ഥലത്തും നിർത്തിയിടുന്നത് കാണാം. കാരണം അധികം നമ്പർ ഓഫ് റെയിൽ ട്രാക്സ് ഇല്ല. സോ ഒരു ട്രെയിൻ വരുമ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ ഈ ട്രെയിൻ നിർത്തിയിട്ടിട്ടാണ് മറ്റു ട്രെയിനുകൾ കടന്നു പോകുന്നത്. യൂഷ്വലി സ്വിറ്റ്സർലാൻഡിൽ അങ്ങനെ സാധാരണ നമ്മുടെ ടൗണിലൊന്നും അങ്ങനെ പതിവില്ല. പക്ഷേ ഈ ഒരു റൂട്ടിൽ റെയിലിൻ്റെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാഴ്ച നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ ട്രെയിൻ പിടിച്ചിട്ട് മറ്റേ ട്രെയിനിന് പോകാനുള്ള ആ ഒരു ടൈം കൊടുക്കുന്ന ഒരു രീതി ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പം നോക്കിയാൽ കാണാം ഭൂരിഭാഗവും മഞ്ഞാണ്. നിലം നമുക്ക് സാധാ മണ്ണ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല, ഫുൾ മഞ്ഞാണ് കേട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുഴുവൻ ഇങ്ങനെയാണ്. മണ്ണ് കാണാൻ ബുദ്ധിമുട്ടാണ്, മുഴുവൻ മഞ്ഞായിരിക്കും. നമ്മൾ സെമാറ്റിൽ ഇറങ്ങിയിട്ടോ. ഇവിടെ നല്ല തണുപ്പാണ്. ഇവിടെ -3 ആണ് ഇപ്പോൾ വെതർ. നമ്മളവിടെയൊക്കെ +6, 8 ഒക്കെയാണ്. ഇവിടെ മൈനസാണ് കേട്ടോ. ഇതാണ് സെർമാറ്റ് എന്ന് പറയുന്ന വില്ലേജിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കാണുന്ന ഫസ്റ്റ് വ്യൂ. പിന്നിൽ കാണുന്ന മലനിരകളും അതിൻ്റെ താഴ്വാരത്തിൽ കാണുന്ന ചെറിയ ചെറിയ ബിൽഡിങ്ങുകളുമാണ് ഈ ഒരു ഫ്രെയിമിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വില്ലേജാണ് കേട്ടോ. അതിൻ്റെ താഴെ കാണുന്ന കണ്ടോ വണ്ടികൾ, ഇത് ഇലക്ട്രിക് വണ്ടികളാണ്. ഭൂരിഭാഗവും ഇവിടെ വരുന്ന സഞ്ചാരികളെ പിക്ക് ചെയ്യാൻ വേണ്ടി ഹോട്ടൽസിന് വേണ്ടി ഓടുന്ന വണ്ടികളാണ്. ഞങ്ങൾ ഇനി ഇവിടുന്ന് ഒരു ട്രെയിൻ ജേണി കൂടി ഉണ്ട്. അവിടെയാണ് ശരിക്കുള്ളതിൻ്റെ പീക്ക് പോയിന്റ് വരിക. നമ്മൾ അങ്ങോട്ട് പോകണം. അതിന് മുന്നേ ഞങ്ങൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഭക്ഷണം എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് വേണം നമുക്ക് അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് നോർമൽ ട്രെയിനിലാണ്. ഇവിടുന്ന് പോകുന്നതിന് അഡീഷണൽ ടിക്കറ്റ് എടുത്തിട്ട് വേണം പോകാൻ. നമുക്ക് പാസ് ഉണ്ട്. നമ്മൾ ഇന്നത്തെ സേവറുടെ പാസ് എടുത്തിട്ടാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യണത്. പക്ഷെ നമ്മൾ ഇവിടുന്ന് ഇനി മുകളിലോട്ട് പോകുന്ന ട്രെയിനിന് ആ പാസ് അപ്ലിക്കബിൾ അല്ല. സെപ്പറേറ്റ് ടിക്കറ്റ് എടുത്തിട്ട് വേണം പോകാൻ. സോ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഓടുന്ന ഈ ഇലക്ട്രിക് വണ്ടികൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. അധികം ശബ്ദമോ കാര്യങ്ങളൊന്നുമില്ല. ഈ വില്ലേജിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഇത് കാർ ഫ്രീ വില്ലേജാണ്. ഇവിടേക്ക് നമ്മുടെ പെട്രോൾ കാറുകളോ ഡീസൽ കാറുകളോ ഇവിടേക്ക് അലൗ ചെയ്യില്ല. ഇവിടെ ഇലക്ട്രിക് വണ്ടികൾ മാത്രം. കൂടാതെ കുതിര വണ്ടികളും ഇവിടെ ധാരാളമായി കാണാം. നോർമൽ നമ്മുടെ എൻജിൻ ഉപയോഗിച്ചുള്ള കാർസ് ഇവിടെ അലൗഡ് അല്ല. നോർമൽ കാർസ് ടാഷ് എന്ന് പറയുന്ന 5 കിലോമീറ്റർ അപ്പുറമുള്ള വില്ലേജിൽ നിർത്തിയിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. കാലത്ത് ഏകദേശം 6 മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഒന്നും കഴിച്ചിട്ടില്ല. ഏകദേശം 10:30 മണിയായി. അപ്പോൾ ഫുഡ് കഴിക്കാനുള്ള എന്തെങ്കിലും മാർഗം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മളൊരു മെക്ഡൊണാൾഡ്സ് കണ്ടത്. അപ്പോൾ അവിടെ നിന്ന് ആക്കാം ഫുഡെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ മക്ഡൊണാൾഡ്സ് കയറിയിട്ടോ. അപ്പോൾ ഞങ്ങൾ ഓർഡർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നിട്ട് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ആ മെഷീനിൽ ഓർഡർ കൊടുത്തു. നമ്മൾ വെയിറ്റിങ്ങിലാണ് കേട്ടോ.
ഫുഡ് കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ, മക്ഡൊണാൾഡ്സിൽ നിന്ന് ഫുഡ് കഴിച്ച് ഇറങ്ങി. ഇനി നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു ഈ ഒരു സ്ട്രീറ്റിലൂടെ. ഇവിടുത്തെ ഈ ബിൽഡിങ്സ് എല്ലാം കാണുമ്പോൾ നമുക്ക് മരം കൊണ്ടുണ്ടാക്കിയ ഒരു ഫീൽ, വുഡൻ ഫിനിഷിങ്ങിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കുറേ ഇങ്ങനത്തെ ഷോപ്സ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് അവിടെ പോയിട്ട് ജസ്റ്റ് സാധനങ്ങളുടെ വിലയൊക്കെ നോക്കി. ഇതൊക്കെ സ്പൂൺസൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ അറിയില്ല, അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ വാച്ചിൻ്റെ ഷോപ്സ് ഉണ്ട്. അതിവിടെ ഏത് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോയാലും സ്വിറ്റ്സർലാൻഡിൽ കാണുന്ന ഒരു സംഭവമാണ് വാച്ചിൻ്റെ ഷോപ്സ്. നമ്മുടെ നല്ല നല്ല ബ്രാൻഡ്സിൻ്റെ ഷോറൂംസും ഉണ്ട്. ടിസോട്ട്, റേഡോ, റോളക്സ് പോലെയുള്ള ഫേമസ് വാച്ച് ബ്രാൻഡുകളും ഉണ്ട്. പിന്നെ നമ്മളൊന്നും കേൾക്കാത്ത വലിയ വലിയ ബ്രാൻഡ്സും ഉണ്ട്. സ്വിസ് വാച്ചുകൾ വളരെ ഫേമസ് ആണ്, എല്ലാവർക്കും അറിയാലോ. സോ അങ്ങനത്തെ വാച്ചുകളിൽ ഒരുപാട് ഷോപ്പുകൾ ഏത് ഡെസ്റ്റിനേഷനിൽ പോലും കാണാൻ പറ്റും. ഇത് നമ്മൾ കുറച്ച് നടന്നു വന്നപ്പോൾ കാണുന്നൊരു വ്യൂ ആണ് ഈ വില്ലേജിൻ്റെ. നമ്മുടെ കാശ്മീരിനെയൊക്കെ നമുക്ക് ചെറുതായിട്ട് ഓർമ്മ വരുന്ന രീതിയിലുള്ള വില്ലേജാണ് കേട്ടോ. മരം കൊണ്ടുണ്ടാക്കിയ വീടുകളാണ് അല്ലെങ്കിൽ ബിൽഡിങ്ങുകളാണ് കൂടുതലും. മരം കൊണ്ട് പൊതിഞ്ഞ് കവർ ചെയ്ത ബിൽഡിങ്സ് ആണെന്ന് തോന്നുന്നു. എക്സാക്റ്റ്ലി അറിയില്ല, എന്തായാലും ഒരു വുഡൻ ഫിനിഷാണ് നമുക്ക് തോന്നുന്നത് കാണുമ്പോൾ. എന്തായാലും ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു മാറ്റർഹോൺ ഹിൽസ് കാണാൻ സാധിക്കുന്നതും അതിന് താഴെയായിട്ട് ഈ വീടുകൾ, ഇതെല്ലാം ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. കണ്ടോ ഈ ഒരു ബിൽഡിങ് കണ്ടോ, ഫുള്ള് വുഡൻ ഫിനിഷിങ്ങിലാണ് തോന്നുന്നത്. ഇത് വുഡൻ തന്നെയാണെന്ന് തോന്നുന്നു, കാരണം തണുപ്പിനെ പ്രതിരോധിക്കാൻ ഭൂരിഭാഗവും വുഡൻ ഫിനിഷ് ആവാനാണ് ചാൻസ്. എന്തായാലും മൊത്തത്തിലൊരു അടിപൊളി താഴ്വരയാണ് ഈ പറയുന്ന സെർമാറ്റ്. ഈ മാറ്റർഹോൺ ഹിൽസിന് ഒരു പ്രത്യേകതയുണ്ട്. ഏറ്റവും കൂടുതൽ ഫോട്ടോഗ്രാഫ് എടുത്തിട്ടുള്ള മൗണ്ടെയ്ൻസാണ് മാറ്റർഹോൺ മൗണ്ടെയ്ൻസ്. മോസ്റ്റ് ഫോട്ടോഗ്രാഫ്ഡ് മൗണ്ടെയ്ൻസ് ഇൻ ദ വേൾഡ് എന്ന് പറയുന്ന ഒരു പട്ടം കൂടി ഈ പറയുന്ന മാറ്റർഹോൺ ഹിൽസിനുണ്ട്. എൻ്റെ പിന്നിലിതാ ഒരു വലിയ കുതിരവണ്ടി വരുന്നുണ്ട് കേട്ടോ. നല്ല വലിയ 2 കുതിരകളാണ് ഇത് വലിക്കുന്നത്. എനിക്കിത് കണ്ടപ്പോൾ പെട്ടെന്ന് ദേവദൂതൻ ഫിലിമാണ് കേട്ടോ ഓർമ്മ വന്നത്. അതിലെ ആ ഒരു കുളമ്പടി ശബ്ദം ഉണ്ടല്ലോ കുതിരകളുടെ, അതാണ് കേൾക്കുന്നത്. ഇവിടെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ട്. പഴയ മാമത്തിൻ്റെ ഒരു പിക്കൊക്കെ വെച്ചിട്ടുള്ളൊരു ഷോപ്പാണത്. ഒരു ഡ്രസ് ഐറ്റംസിൻ്റെ ഷോപ്പാണ്. അങ്ങനെ ഒരുപാട് ഷോപ്പുകളുണ്ട്. വാച്ചിൻ്റെ ഷോപ്പ് ഞാൻ പറഞ്ഞില്ലേ, റേഡോ, റോളക്സ് ഒക്കെ ഇവിടെ കുറഞ്ഞ ബ്രാൻഡുകളാണെന്ന് തോന്നുന്നു. അതിനേക്കാൾ വിലയുള്ള ലക്ഷങ്ങളുടെ വാച്ചുകൾ വരെ ഇവിടെയുണ്ട്. ഇതാ നേരത്തെ നമ്മുടെ സൈഡിലൂടെ ഓടിപ്പോയി ആ കുതിരകൾ ഇവിടെ നിൽക്കുന്നുണ്ട്. നല്ല തടിച്ച കുതിരകളാണ് കേട്ടോ. നാട്ടിലെ കുതിരകളെ പോലെയല്ല, അവരുടെ കാലൊക്കെ ഭയങ്കര ഹെവിയാണ്. നല്ല സൈസുള്ള കുതിരകൾ. പിന്നെ ഇതാ കണ്ടോ നിങ്ങൾ കുറേ ഷോപ്പുകൾ, ടിസോട്ടിൻ്റെ ഷോപ്പാണ്. അങ്ങനെ ഒരുപാട് വാച്ച് ബ്രാൻഡുകൾ നമുക്കിവിടെ കാണാം. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ വാച്ചുകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ സെർമാറ്റിൽ നിന്ന് ഗോർൺഗ്രാട്ട് എന്ന് പറയുന്ന ഇതിൻ്റെ ടോപ്പിലോട്ട് പോകാനുള്ള ട്രെയിൻ ടിക്കറ്റ് അന്വേഷിച്ചിട്ടാണ് ഇതാ ഇങ്ങോട്ട് വന്നത്. നമ്മൾ ട്രെയിനിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ആ ട്രെയിൻ ജേണിയും അവിടുത്തെ കാഴ്ചകളും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.